ഹായ് നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ട് എനിക്ക് വലുതാണ്. കാരണം നിങ്ങളാണ് എൻ്റെ ഫാമിലി. നിങ്ങളെനിക്ക് ഓരോരുത്തരും നല്ല നല്ല രീതിയിലാണ് സപ്പോർട്ട് ആയാലും കമൻ്റ് ആയാലും നല്ല രീതി തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയൊരു ബിഗ് താങ്ക്സ്. അപ്പം ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചു. അന്നേരം നമ്മുടെ വീഡിയോ ടൈമായി. അപ്പോൾ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറുതായിട്ട് മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യൂലെന്നറിയില്ല. മോന് ഉച്ചയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോയി. അന്നേരം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ. സീരിയസ്ലി പറയാം. അത് എന്തിനെന്നാലും ഒരു വാക്കുകൊണ്ടായാലും ഒരു നോട്ടം കൊണ്ടായാലും ഒരു രീതിയിൽ നമ്മളൊരു ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ കർമ്മം നമ്മൾ നാളെ തീർച്ചയായിട്ടും അനുഭവിക്കും. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നോ അതിൻ്റെ ദോഷഫലം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വന്ന് കുത്തും. അത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ ഒരു കാര്യവുമില്ലാതെ ജീവിതത്തിൽ നമുക്ക് ഒരു ഉപദ്രവവും ആരെയും കൊണ്ടും ഇല്ലാതെ ഒരാൾക്കാരെ ചെന്ന് ചീത്ത പറയുക, ഇല്ലെങ്കിൽ അവരെ കുറ്റം പറയുക, അല്ലെങ്കിൽ അവരെ തോന്നിവാസങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ പല പല കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന അപ്പോൾ അവർക്ക് ഈ വ്യക്തി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാർ കാണും. ഇവരെന്തിനാ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇവരോട് ഞാൻ എന്താ കാണിച്ചത് എന്ന് അന്തം വിട്ട് നിൽക്കുന്ന മനുഷ്യർ കാണും. പക്ഷേ എന്നാലും ചില മനുഷ്യർ അങ്ങനെയാണ്. നമ്മൾ പോലും അറിയാൻ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തും. ഒരു കാര്യവും വേണ്ട അവർക്ക്. നമ്മൾ ചെറുതായിട്ട് സന്തോഷമാണെന്ന് നമുക്ക് തോന്നിയാൽ മതി. ലൈഫിൽ നമ്മൾ കുറച്ച് നേരമുള്ള സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കണ്ടാൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിട്ട് വലിയൊരു പണി തന്നിട്ട് പോകും. അതെന്തിനാണെന്ന് ഇന്നും ചില ആൾക്കാർ ചെയ്യുന്ന എന്തിനാണെന്ന് ഇന്നും ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകണില്ല. എന്താണ് അവർക്ക് ഇതിൽ കിട്ടുന്ന സുഖവും ഇല്ലെങ്കിൽ സന്തോഷം എന്താണെന്ന് സത്യം പറയാം എനിക്ക് മനസ്സിലാകണേ ഇല്ല. ഇനിയിപ്പോൾ എന്തിരുന്നാലും കുത്തുന്നവരൊക്കെ ബാക്കിൽ ഇരുന്ന് കുത്തിട്ട് എല്ലാവരും നമുക്ക് എന്ത് പറയാൻ പറ്റും? അവരതിൽ സന്തോഷ സമാധാനം കണ്ടെത്തുന്നെങ്കിൽ അവരങ്ങ് സന്തോഷിച്ചോട്ടെ. നമ്മളെക്കൂടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഇതിൽ സന്തോഷം അതിൽ കിട്ടുന്നുണ്ട്. ചില ആൾക്കാർക്ക് അതൊരു അസുഖമാണ്. കാരണം വേറുള്ളവരെ ദ്രോഹിക്കുന്നതും അവരെ കുറ്റം പറയുന്നതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ആ വീഡിയോ തന്നെ എഗെയിൻ കണ്ടിരിക്കുന്നത് ചില ആൾക്കാരുടെ ഒരു മാനസിക രോഗമാണ്. ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതൊരു സൈക്കോ പാത്തെന്ന് തന്നെ പറയാം. കാരണം ഒരു കാര്യവും കാണത്തില്ല. ചിലപ്പോൾ നിസ്സാരപ്പെട്ടൊരു വീഡിയോ ഇട്ടതായിരിക്കും അവർ തെറ്റ്. ആ വീഡിയോ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് പോകും. കാണാൻ കൊള്ളാത്ത കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ അങ്ങ് പറയും. പിന്നെ ഇവർ ഈ കമൻറ്റിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഇവർക്ക് അത്ര അനുഭവമുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ് ഫലിപ്പിച്ച് അത് സൈക്കോ ടീമുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ല മനുഷ്യരൊന്നും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സീരിയസ്ലി പറയാം. അത് ചെയ്യുന്നവരാരായാലും കിടന്ന് ചെയ്യട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളേ ഇല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മളെന്താണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നല്ല പ്രവൃത്തിയാണെങ്കിൽ ദൈവം ഇന്നില്ലെങ്കിൽ നാളെ ആ പ്രവൃത്തി ചെയ്തേ നമുക്ക് ദൈവം നല്ല ബലം കൊണ്ടുതരും. അതിന് അനുഭവസ്ഥയാണ് ഞാൻ ചെയ്ത നല്ല നല്ല പ്രവൃത്തിക്ക് ദൈവം എനിക്ക് നല്ല തന്നിട്ടുണ്ട്. ഒരു ചീത്ത പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ദോഷവും ദൈവം നാളെ എനിക്ക് തന്നിരിക്കും. 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും തന്നിരിക്കും. അന്നേരം നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയിരിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ അങ്ങോട്ടുള്ള കാലങ്ങളുള്ള ലൈഫും എല്ലാം അതിനെ സംബന്ധിച്ചിരിക്കും. ഇപ്പം നമ്മളൊന്നും അറിയാതെ ഒരു മനുഷ്യരെ ചെന്ന് ചുമ്മാ അനാവശ്യമായിട്ട് അത് പറയുക ഇത് പറയുക എന്ന് പറഞ്ഞാൽ ദൈവം ആലോചിക്കുക, ഇവളെന്തിനാണ് ഇവർക്കിട്ട് പണി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവനെന്തിനാണ് ഇവർക്കിട്ട് പണി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവനെന്തിനാണ് ഇവിടെ ചീത്ത വിളിക്കുന്നത്, ഇത് ദൈവം തന്നെ ചിന്തിക്കും. അന്നേരം ഇന്നില്ലെങ്കിൽ ഇപ്പം ആ ഒരു സന്തോഷ സുഖം കിട്ടുന്നെങ്കിലും കാലക്രമേണ കഴിയുന്തോറും അവർക്ക് ഇതിനുള്ള പണി എവിടുന്നെങ്കിലും ദൈവം ആപ്പ് വെച്ച് അടിച്ചു കൊടുത്തിരിക്കും. അത് 100% ഷുവറാണ്. അത് പറയാൻ പറ്റത്തില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് ലൈഫിൽ എത്ര വന്നാലും എന്തൊക്കെ ചെയ്താലും അവർക്ക് അങ്ങോട്ട് ഒരാളെ ദ്രോഹിച്ചതങ്ങ് മതിയാവത്തില്ല. അവർക്ക് സീസൺ പോലെയാണ്. ഒരാൾ മാറി അടുത്ത ആൾ, പിന്നെ ഒരാൾ മാറി അടുത്ത ആൾ, അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സീരിയസ്ലി പറയാം. അങ്ങനെയും ചില മനുഷ്യരുണ്ട്. അന്നേരം ആരെന്തൊക്കെ ചെയ്താലും ഒരു കർമ്മയെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ കർമ്മം നമ്മൾ എപ്പോഴായാലും അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചിട്ടും, ഞാനൊരാൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ദ്രോഹത്തിനുള്ള ശിക്ഷയും ഇവിടുന്ന് മേടിച്ചിട്ടേ അങ്ങോട്ട് മേപ്പോട്ട് പോകത്തുള്ളൂ. ഉറപ്പായിട്ടും. ഇപ്പം ഞാനായാലും നിങ്ങളായാലും വേറെ ആരാണെങ്കിലും ഈ ലോകത്ത് എന്ത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരായാലും അതിനുള്ള ശിക്ഷ ദൈവം ഇവിടുന്ന് തന്നെ ഭൂമിയിൽ തന്നെ തന്നിട്ട് നമ്മളെ മേലോട്ട് നമുക്ക് തരാവുന്ന കഷ്ടങ്ങളെല്ലാം ദൈവം തരും. അത് കണ്ടാൽ പോലും ചില മനുഷ്യർ പഠിക്കത്തില്ല. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, നന്നാവത്തില്ല എന്ന് വിചാരിച്ച ചില മനുഷ്യരുണ്ട്. എനിവേ എന്തൊക്കെ ഇരുന്നാലും അവർക്ക് അവനോ നന്നായി അവനവന് കൊള്ളാം. അവനവൻ്റെ വീട്ടിലെ ആ കാലത്തിൽ അരി വെന്താലും അവനവന് വയറ് നിറയ്ക്കാൻ പറ്റൂ. ഈ വേറെ ഒരുത്തൻ്റെ വീട്ടിൽ അരി വേവുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നാൽ നമ്മുടെ വയറ് നിറയ്ക്കാൻ പറ്റത്തില്ല.
പിന്നെ ആശ്വാസത്തിന് ഒരു നേരത്തെ ഒരു ഇച്ചിരി ശകല ആഹാരം തരുമായിരിക്കും. പിന്നെ ഡെയിലി അത് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലെ കാലം തന്നെ നമ്മുടെ അടുപ്പത്ത് വെക്കണം. നമ്മുടെ വയറ് നിറച്ച് ആഹാരം കഴിക്കണമെങ്കിൽ അതെപ്പോഴും മനുഷ്യർ ചിന്തിക്കുക. മനുഷ്യർക്ക് ആ ചിന്താഗതിയാണ് ഇല്ലാത്തത്. കാരണം ഒരാളെ ദ്രോഹിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെന്തും എടുത്തിട്ട് അലക്കി അവരെ അങ്ങ് ദ്രോഹിക്കും. അവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. വേറുള്ളവർ വേദനിച്ചാലെന്താ, അല്ലെങ്കിൽ വിഷമിച്ചാലെന്താ, നമ്മുടെ സൈഡ് ക്ലീനായി എന്ന് ചിന്തിക്കും. പക്ഷേ അവരൊക്കെ ചിന്തിക്കുന്നില്ല. അവരൊക്കെ ചെയ്യുന്നത് വെറും റോങ് ആണ്. അല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവാം, ഒന്നൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ ഈ ശബ്ദം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി പല പ്രശ്നങ്ങളും ഇവിടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം നേരം വെളുക്കുന്നതിന് മുമ്പേ വന്നിട്ട് ഇങ്ങനെ പണി തുടങ്ങും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ചെയ്ത് കൂട്ടിട്ട്. കാരണം മാക്സിമം ഞാനിവിടെ ഒരു 1 ഇയർ താമസിക്കാൻ ചാൻസ് ഉള്ളു. കാരണം ഞാൻ 3 ദിവസം വേറൊരു ഫ്ലാറ്റ് വന്നിരുന്ന് നോക്കി മാറും. കാരണം വേറൊന്നും അല്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് എവിടെയെങ്കിലും ഒരു വീട് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ചെയ്യണം. ഇത്രയും വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. കാരണം ഇവിടെ കുറേ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡെയിലി ഇപ്പോൾ നമുക്കൊരു തലവേദനയാണ് ഇത് കേൾക്കുന്നത് തന്നെ. ഒന്നെങ്കിൽ ഒരു ഡോർ അടച്ചിട്ട് ചെയ്യണം, ഇവരങ്ങനെ ചെയ്യത്തില്ല. ഇവർ ഡോറ് തുറന്നിട്ടിട്ടാണ് ഈ പണികൾ ഇത്രയും ചെയ്യുന്നത്. ഇതിൻ്റെ സൗണ്ട് 2-3 ഫ്ലാറ്റുകാരത് വലിയ പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ അടുത്തൊരു ഫ്ലാറ്റ് പണി നടക്കുകയാണ്. അവിടെ ഇപ്പോഴും പണിയും തീർന്നില്ല, വീണ്ടും ഇങ്ങനെ പണിഞ്ഞുകൊണ്ടേയിരിക്കാം. ഇനി അതൊക്കെ അവരുടെ വിഷയം. പണിക്കാരാണ്, പണിയും അതൊക്കെ സത്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലാറ്റിൽ അപ്പുറത്തൊക്കെ ഡിസ്റ്റർബൻസ് ആയി കാണും, അത് സത്യം തന്നെയാണ്. പക്ഷേ എന്തോ പിന്നെ മനുഷ്യരൊക്കെ ഇങ്ങനെ, ഞാൻ പറഞ്ഞു, ഒരു ആൻറ്റിക്ക് സുഖമില്ല, അതിങ്ങനെ പെട്ടെന്ന് ആശുപത്രി പോയേക്ക് ബോധം കിട്ടുക. അവർ പക്ഷേ ഇപ്പോൾ അവിടെ അനക്കോ അവയൊന്നും ഇല്ല, ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. അവിടുത്തെ ജോലിക്കാരിയും കാണുന്നില്ല. എനിക്ക് ചോദിക്കാമായിരുന്നു, ആൻറ്റി തിരിച്ച് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകും. അന്ന് പറയുമ്പോൾ ഓർമ്മ തെളിഞ്ഞില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അറിയാൻ വയ്യ കേട്ടോ, സീരിയസ്ലി. എന്തെന്നാണ് അത് വരുത്തിട്ട് ഭഗവാൻ ഒരു വയ്യാത്തൊരു കൊച്ചുണ്ട് അവരെ കൂടെ. അതിനെ നോക്കണ്ടേ ആരെങ്കിലും. അതൊരു വിഷമമുണ്ട് ആലോചിക്കുമ്പോൾ. ഒന്നും വരാതിരിക്കട്ട്. പുള്ളിക്കാരിക്ക് ബ്ലഡ് തലയിൽ ടൈപ്പ്. അതിന് സർജറിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ. അന്ന് അവരിങ്ങനെ പറയുന്നത് സാറേ, പക്ഷെ ഇപ്പോൾ ഒരു അനക്കാവ്യൊന്നും ഇല്ല. മറ്റേത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ടി വിയുടെ ശബ്ദം കേൾക്കുന്നത്. പക്ഷെ ഇന്നതൊന്നും കേട്ടില്ല. ഇനി എന്താണെന്ന് അറിയാൻ വയ്യ. പിന്നെ നമ്മൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ എന്തോ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് മെനഞ്ഞാന്നൊന്നും അറിയാൻ വയ്യത് ഇന്നലെയാണോന്നും അറിയാൻ ഓർമ്മയില്ല എനിക്ക് കറക്റ്റായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കാണ്, അത് നമുക്ക് ആ വിഷയമൊക്കെ വിടാം. നമുക്കിത് ഞാൻ പറയാണ്, മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കാണ് ഓരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുന്നത്. നമ്മൾ മനസ്സ് പറഞ്ഞ് ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ ആൾക്കാർ ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അതെടുത്ത് വെച്ച് മുതലാക്കി വേറെയുള്ള രീതികൾ പ്രവർത്തിക്കുക, സംസാരിക്കുക, അതൊക്കെ നമുക്കിപ്പോൾ മനുഷ്യർക്ക് ഓരോരുത്തർക്ക് ഓരോ ഇമോഷനാണ്. പല പ്രശ്നങ്ങൾ പല ആൾക്കാരും നിൽക്കും. അന്നേരം അവർക്ക് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരിക്കും. അത് പിന്നെ കുത്തിപ്പിടിച്ച് വെച്ചുകൊണ്ട് പിന്നെ വേറെ ലെവൽ സംസാരിക്കുക, അവരെ മോശക്കാരാക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ അത് ദ്രോഹമാണെന്ന് തന്നെ പറയാം. സീരിയസ്ലി പറയാം, അതൊക്കെ ദ്രോഹമാണ്. അത് നോർമലായ ഒരു മനുഷ്യർക്ക് അങ്ങനെയൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ ഒരാളെ ദ്രോഹിക്കാനൊന്നും പറ്റത്തില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വേണം എന്ന രീതി ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സീരിയസ്ലി പറയാം. പിന്നെ എന്താ പറയുക, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ കുറച്ച് കാലത്തെ, സത്യം പറയുക, കുറച്ച് സമയത്തെ വാടകക്കാരാണ്. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇന്നില്ലെങ്കിൽ നാളെ എല്ലാം നമ്മൾ തിരിച്ച് ഇവിടുത്തെ ഒഴിഞ്ഞു പോയേ പറ്റൂ. അപ്പോൾ വീണ്ടും പുതിയ ആൾക്കാർ വരും. അങ്ങനെയാണ് കാലം. ഓരോ ആൾക്കാർ പോകും തോറും ഓരോ ആൾക്കാർ ദൈവം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഭൂമിയിൽ. അന്നേരം ഇതൊന്നും നമ്മൾ മനസ്സിലാകത്തില്ല. ഇരിക്കുന്ന സമയത്ത് വൈരാഗ്യവും തോന്നിവാസങ്ങളും അവരെ പറയാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളങ്ങ് പറയും. ഇപ്പം ഞാനായാലും നിങ്ങളായാലും എല്ലാവരും കേൾക്കാൻ കൊള്ളാത്തതും പറയാൻ കൊള്ളാത്തത് ആക്ഷേപങ്ങളെല്ലാം അങ്ങ് പറയും. എന്നാൽ വിചാരിക്കണം, നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് സമയമുള്ളൂ നമ്മുടെ ലൈഫ്. ആ സമയത്തിനുള്ളിൽ നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാം എന്ന് വിചാരിക്കാതെ ചുമ്മാതെ അവളുടെ കുറവ് അതാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ മറ്റേതാണ്, മറിച്ചേതാണ്, അല്ലെങ്കിൽ അവനങ്ങനെയാണ്, അവനിങ്ങനെയാണ്. നമ്മൾ ആരും പെർഫെക്റ്റായിട്ടൊരു മനുഷ്യരല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കുറവുകളും പല കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലും പല കുറവുകളും കുറ്റങ്ങളും കാണും. ഞാനൊരു പെർഫെക്റ്റായ ഒരു സ്ത്രീയാണെന്ന് ഒരിക്കലും പറയത്തില്ല. അതിനൊന്നും പറയാൻ ഒരു അർഹതയില്ല. എന്തിനാ പിന്നെ അങ്ങനെ പറയുന്നത്? നമ്മൾ ആർക്കും ഇപ്പോൾ വേറൊരു വ്യക്തികളെ കുറ്റപ്പെടുത്താൽ നമ്മളത്രയും ഡീസൻ്റായിട്ട് നമ്മളത്രയും നീറ്റായിട്ട് ഇരുന്നിട്ട് ഒരാളെ കുറ്റം പറഞ്ഞാൽ അത് ശരി, ഓക്കെ എന്ന് പറയാം. പക്ഷെ നമുക്ക് 100 കുറ്റങ്ങളും 100 കാര്യങ്ങളും നമ്മൾ വെച്ചിരുന്നിട്ട് വേറൊരാളെ കുറ്റം പറയാൻ പോയിട്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും. അത് നമ്മൾ പെർഫെക്റ്റ് ആണോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് മാത്രം വേറുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുക.
അത് ഇല്ലെങ്കിൽ അത് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കാം, അയ്യോ നമുക്കിത് പറയാൻ അർഹരാണോ, ഇത് നമുക്കിങ്ങനെ ചെയ്താൽ കൊള്ളാവോ, നമ്മൾ ചിന്തിച്ചിട്ട് വേണം വേറെ ആൾക്കെതിരെ നമ്മൾ എന്തും പറയാൻ പോകാൻ. ചില മനുഷ്യർ അതൊന്നും ചിന്തിക്കത്തില്ല. അവരെ തെറ്റുകുറ്റികളെല്ലാം മറച്ച് വെച്ച് അടച്ച് കൂട്ടി വെച്ചിട്ട് ബാക്കിയുള്ളവരെ കരിവാരി തികവടി എന്തും അങ്ങ് ചില ആൾക്കാർ വന്നിരുന്ന് പറയും. അത് ചില ആൾക്കാരുടെ മിസ്റ്റേക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരങ്ങനെ ആയിപ്പോയി. അവരുടെ ജീവിതം ഇങ്ങനത്തെ ഒരു ലൈഫിൽ കൂടെ അവർ ജീവിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിങ്ങനെ വരുത്തി ഉണ്ടാക്കണമെന്ന് ജീവിക്കുന്നത്. അത് ചില മനുഷ്യരുടെ കർമ്മയാണത്. അവരനുഭവിക്കുകയാണ്. അവർക്ക് എന്നിട്ട് അത് തിരിച്ചറിവ് കിട്ടുന്നില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം തിരിച്ചു തരുന്ന പണി ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരത് മനസ്സിലാക്കാതെ പിന്നെയും തെറ്റുകളിലേക്ക് ഓരോന്നോരോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറയുന്നതേ ഉള്ളൂ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനുള്ള ശിക്ഷയും അതിനുള്ള എല്ലാം നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് നമ്മൾ മേപ്പോട്ട് പോവുകയുള്ളൂ. ഇനി എന്തൊക്കെ വലിയ ആൾക്കാരാന്ന് പറഞ്ഞാലും കിട്ടും, ഇനി കോടീശ്വരനാന്ന് പറഞ്ഞാലും കിട്ടും, ഇനി താഴ്ത്തപ്പെട്ട ഏറ്റവും താഴ്ന്ന് ജീവിക്കുന്ന മനുഷ്യരാന്ന് പറഞ്ഞാലും കിട്ടും. ദൈവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനായാൽ പോലും ഞാൻ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാം അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് എന്നെ ദൈവം അങ്ങോട്ട് കൊണ്ടുപോവുള്ളൂ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പിന്നെ വേറെയുള്ളവരെന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ചെവിയുടെ കെട്ടി ഈ ചെവിയുടെ കളയും. അല്ലാതെ ഇതൊന്നും ഞാൻ അത്രയ്ക്ക് തലക്കയറ്റി വെക്കാൻ പോകുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ സമയങ്ങളും കാലങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഇപ്പോൾ ജീവിക്കാൻ എങ്ങനെ ജീവിക്കണം, നമ്മളെങ്ങനെ ആവണം, അല്ലെങ്കിൽ നമ്മളെന്താകും എന്നിപ്പോൾ ആ ഒരു ചെറുപ്പകാലം, ആ ഒരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞു. കാരണം 40-43 വയസ്സായി. ഇനിയിപ്പോൾ അതൊക്കെ ചിന്തിച്ച് ചെയ്തിട്ട് എന്ത് നേടാനാണ്? ഉള്ള സമയം നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിതം ആസ്വദിച്ചങ്ങ് ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ ചിന്തിക്കുന്നത്. സീരിയസ്ലി പറയാം. പിന്നെ എനിക്ക് അത്ര വലിയ ആഡംബരങ്ങളോ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റണം, നല്ല നീറ്റും വെടുപ്പായ സ്ഥലത്തിരുന്ന് ഉറങ്ങാൻ പറ്റണം, നല്ലൊരു ബാത്റൂം വേണം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ ആഗ്രഹങ്ങളൊന്നും വെച്ച് കെട്ടിക്കൊണ്ട് പുലർത്തുന്നൊരു വ്യക്തിയല്ല. പിന്നെ വേറുള്ളവരെ ഉപദ്രവിക്കാൻ താല്പര്യമില്ല, ഒരു രീതിയിലും വേറുള്ളവരെ ഉപദ്രവിക്കാനും താല്പര്യമില്ല. എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താ ഈ ജന്മം നമ്മൾ നേടാൻ പോകുന്നത്? ഒന്നും നേടില്ലെന്നേ, സീരിയസ്ലി പറയാം, നമ്മളൊന്നും നേടില്ല. പിന്നെ ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അനുഭവങ്ങളാണ് നമ്മളോരോ പാഠപുസ്തകങ്ങൾ. ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മുടെ അനുഭവങ്ങളാണ് നമുക്ക് ഓരോ പാഠപുസ്തകങ്ങൾ. സത്യം തന്നെയാണ്. ഞാൻ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ നേരി കാണുന്ന സമയത്ത് ഇങ്ങനെയൊന്നും, പക്ഷേ ഇവരൊക്കെ മനസ്സിൽ ഇത്രയും ക്രൂരമായാണല്ലോ ഇവരെല്ലാം ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഇവരെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ഒന്ന് വേറെയാണ്. അന്നേരം ഈ ചിരിച്ച് കാണിച്ചൊക്കെ വെറും വേസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലായി. ഒരു തരം കിട്ടിയാൽ നമ്മളെ കുത്തിക്കൊല്ലുമായിരുന്നു എന്ന് മനസ്സിലായി. പ്രവൃത്തി അതായിരുന്നു എന്ന്. ഇനി എത്ര കരിവാരി പൂശിയാലും ഇനി പക്ഷേ എനിക്കൊന്നുമില്ല, ഉള്ളത് പറയാം, എനിക്കൊന്നുമില്ല. പൂശുന്നവരങ്ങ് പൂശിട്ട് അല്ലേ, പിന്നെ അല്ല ഞാനെന്ത് പറയാനാണ്? കാരണം പുണ്ണുള്ളവനെ വേലി ഞൂരാൻ പേടിയുള്ളൂ, പുണ്ണില്ലാത്തവന് ഒരിക്കലും അത് പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസണും കാണും തീർച്ചയായിട്ടും. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യണമെന്നില്ലല്ലോ, ഉണ്ടോ? അങ്ങനെയാണ് മനുഷ്യരങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ സ്നേഹം ഒരുപോലെ ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്നവർ എത്ര മുഖം മൂടി വെച്ചാൽ നമ്മളോട് പെരുമാറിയെന്ന് മനസ്സിലായില്ലേ? കാരണം അവൻ്റെ യഥാർത്ഥ ആൾക്കാരല്ലാരും നമുക്ക് ചുറ്റും നിൽക്കുന്നത്. നമ്മൾക്ക് എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കഷ്ടം വരുന്നു എന്ന് കണ്ടിട്ട് അതിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന് ഡാൻസ് ചെയ്യാനും നൃത്തം ചവിട്ടാനും ഒക്കെ ആഗ്രഹിച്ച വ്യക്തികളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. പക്ഷെ അത് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഈ നിന്നവരൊന്നും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലായിരുന്നു. സീരിയസ്ലി പറയാം. അല്ലാതെ എനിക്കിപ്പോൾ ഫീലായി. പണ്ട് എൻ്റെ അടുത്ത് എൻ്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരു സ്ത്രീ, എൻ്റെ കുടുംബത്തിലെ ഒരു സ്ത്രീ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നത് വിശ്വസിച്ചില്ല. സീരിയസ്ലി പറയാം, ഞാൻ അന്നത് വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ അത് ആലോചിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഫീല് വന്നു. കാരണം എന്താണ്, ശരിയാണ്. കാരണം ഒരിക്കലും നമുക്ക് ഏറ്റവും അടുത്തൊരു വ്യക്തിയെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് അവരെങ്ങനെയും നശിപ്പിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെയും കഴിവുകെട്ടലാക്കണം നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയെല്ലാം ഒരിക്കലും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമാണെന്നില്ലെങ്കിൽ നമ്മുടെ ആണ് എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കലും നമ്മളെ ദ്രോഹിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ ഫാമിലി ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യമാണ്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് എനിക്കതൊക്കെ ഇപ്പോൾ എവിടെയോ ക്ലിയറായി വരിക. കാരണം ഇല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ആരും ചെയ്യുമോ തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യില്ല.
കാരണം ഞാൻ അങ്ങനെ അവർക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്, ഇല്ലെങ്കിൽ ഞാൻ അത്രയും അവർക്ക് അങ്ങനെ ഉള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനല്ല. അല്ലെന്ന് എനിക്ക് ഫീലായത്. കാരണം എന്തോ ഒരു ഒരു കാര്യം അങ്ങനെ ഉണ്ട് എന്നൊരു ചെറിയൊരു തോട്ട് സീരിയസ്ലി. അതെന്താണെന്നോ ഏതാണെന്നോ ഇപ്പം ഞാൻ പറയുന്നില്ല. പിന്നീട് ഒരിക്കൽ ഞാനത് പറയും, കാര്യം ഇന്നതായിരുന്നു, ഇന്നതാണ് ഞാൻ സംശയത്തോടെ വിചാരിച്ച കാര്യം എന്ന് ഞാൻ പിന്നെ പറയും. ഇപ്പം ഞാനത് പറയില്ല. പക്ഷെ ഇപ്പം അത് ഇവിടുന്ന് ആലോചിച്ചപ്പം അവരെന്തോ പറഞ്ഞാൽ അതിലർത്ഥമുണ്ട് എന്നെനിക്കൊരു ഫീല് വന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും മോശമായ ഒരാളെ രീതിയിൽ സംസാരിക്കില്ല. സംസാരിച്ച ആരാണോ എന്താണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിലരെല്ലാം കണ്ടിരിക്കും, ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴും ആ ഒരു ബന്ധങ്ങളുടെ വില പറയുന്നല്ലോ. പക്ഷെ ആ ബന്ധങ്ങൾ കറക്റ്റാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ, സത്യമാണോ എന്ന്. അല്ലെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ആണെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള രീതികൾ ഒരാളെ മോശക്കാരാക്കി ഒരാൾക്കാർ സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് എവിടെയെങ്കിലും ഒരു വേദന, പെയിൻ വരും. പക്ഷേ ഇതൊരു പെയിനുമില്ല, ഒരു കറയില്ല. ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പം നമ്മൾ അവരുടെ ആരുമല്ലാത്തത് കൊണ്ട് മാത്രമല്ലേ, അവരുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടല്ലേ. എനിവേ എന്നിരുന്നാലും അത് ആ വ്യക്തികൾ കേൾക്കുന്ന ആ വ്യക്തികൾക്ക് അറിയാം ഞാൻ എന്തായിരിക്കും ആലോചിച്ച് വെച്ചതെന്ന്. ഞാൻ ആ വ്യക്തി തുറന്നും ചോദിച്ചതാണ് അത് സത്യമാണോ എന്ന്. പക്ഷേ ഇപ്പം എനിക്കത് പൂർണ്ണമായിട്ട് എനിക്ക് സത്യമായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. കാരണം ഇല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ, ഒരിക്കലും ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും എന്തായാലും ആരായാലും എങ്ങനെയായാലും നല്ലോണം ഇരിക്കട്ടെ. എനിക്ക് ആരോടും ഒരു പരാതിയില്ല, പിണക്കവും ഇല്ല. പറയാം എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഇനിയും പറഞ്ഞോ, ഇനിയും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇനിയും പറഞ്ഞു, എന്നെ ചീത്ത പറയുമോ, ഇനി ഞാൻ വേറെയാണെന്ന് പറയുമോ, അല്ലെങ്കിൽ ഞാൻ പല ആൾക്കാരുടെ ഫോണെന്ന് പറയുമോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആലോചിക്കണം, ഏതൊരു സമയത്ത് ഈ വ്യക്തിയുടെ മുഖത്ത് വന്ന് നോക്കാനുള്ളതാണെന്നും കൂടെ ചിന്തിക്കണം. അതാണ് വിഷമം. എന്തെങ്കിലും ഒരു കാലത്ത് ഇവരെ മുഖം കാണേണ്ട വരുമല്ലോ എന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർ മരിക്കും കാലം വരെ ഞാനുമായിട്ട് രീതിയിൽ ബന്ധം വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അത് വെക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഞാൻ അങ്ങനെ പറയാം. എൻ്റെ മനസാക്ഷിക്കല്ല പറഞ്ഞത്, അവരിത്രയൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ഞാൻ അവരുടെ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ശരി, ഓക്കെ, ഇനി മരിക്കും കാലം വരെ ഞാനായിട്ടൊരു ബന്ധം വെക്കരുത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ട ആൾക്കാർക്ക് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് എല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യും, അത് 100% ഉറപ്പാണ്. പക്ഷെ അതോടെ ആ പുസ്തകം നമ്മളൊക്കെ അടയ്ക്കാം, അതാണ് നല്ലത്. ഞാനായിട്ട് ഇനി റീഓപ്പൺ ചെയ്യത്തില്ല. കാരണം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഈ നിൽക്കുന്നവരൊന്നും എൻ്റെ ആരുമല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാണ് ഞാൻ അവരുടെ പിന്നാലെ പോകുന്നത്? അവരെൻ്റെ ആരെങ്കിലും ആണെങ്കിൽ മാത്രം ഞാൻ പോയാൽ മതി. അതിനുള്ള തെളിവും പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്, ആ ഒരു തെളിവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനാണ് വിഷമിക്കുന്നത്? അതെന്താണെന്നും ഇപ്പം എന്നോട് ചോദിക്കരുത്. ഇത്രയും വാചാലമുള്ള എന്നെങ്കിലും കുറ്റം പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതാണ്. വേണ്ട, എനിക്കതിന് താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടെങ്കിലും നമ്മൾ അത് അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. ഞാനായാലും നിങ്ങളായാലും അതിലാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദൈവം തലയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. കാരണം ഇനി കുറച്ച് ദിവസം എൻ്റെ സമാധാനക്കേട് ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കാം, അതെനിക്കറിയാം. പിന്നെ എനിവേ നമുക്ക് വീണ്ടും കാണാം, ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.